ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ദിവസം പ്രവൃത്തി ദിവസങ്ങൾ 2 ദിവസം ആകെ പ്രവൃത്തി ദിവസമുള്ളൂ ഈ ആഴ്ച. അത് കഴിയുമ്പോഴേക്കും പെസഹ വ്യാഴമായി, ദുഃഖവെള്ളിയായി, അങ്ങനെ. അപ്പോൾ ആ 2 പ്രവൃത്തി ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വാർത്തകൾക്ക് അങ്ങനെ അവധിയും പ്രവൃത്തി ദിവസം ഒന്നും ഇല്ലാത്തതുകൊണ്ട് വാർത്തകളുടെ വരവിന് ഒരു കുറവുമില്ല. ഇന്ന് പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്കൊക്കെ പോകും മുമ്പ് ആദ്യം പോകുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചില വർത്തമാനങ്ങളിലേക്കാണ്. ആദ്യം നമുക്ക് കാണാം നാട്ടിലെന്തുണ്ട്. ഒരു വർഷത്തിൻ്റെ തുടക്കം, വിഷുവിനെ അങ്ങനെയാണല്ലോ പറയാറ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു സന്തോഷ വാർത്തയൊക്കെ കേട്ട് തുടങ്ങുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്, മനസ്സിന് സമാധാനമുള്ള കാര്യമാണ്. ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് എല്ലാ മനുഷ്യന്മാർക്കും വിശപ്പാണ്, പട്ടിണിയാണ്. അതില്ലാത്ത മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ ഒരു നാട് ഒരുങ്ങുമ്പോൾ അതൊരു നല്ല വാർത്തയാണ്. നമുക്ക് അങ്ങനെ ഒരു നല്ല വാർത്തയിൽ നിന്ന് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാം. കൊല്ലത്തെത്തുന്ന ആർക്കും, കൊല്ലം പട്ടണത്തിലെത്തുന്ന ആർക്കും ഇനി മുതൽ വിശന്നിരിക്കേണ്ടി വരില്ല. 10 രൂപയ്ക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന പദ്ധതിക്ക് കൊല്ലത്ത് തുടക്കമായിരിക്കുകയാണ്. വിഷു കൈനീട്ടമായി കൊല്ലം കോർപ്പറേഷനാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നഗരത്തിലെത്തുന്നവരുടെ വിശപ്പകറ്റുക എന്ന ലക്ഷ്യത്തോടെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗുഡ് മോർണിംഗ് കൊല്ലം എന്ന ഈ മാതൃകാ പദ്ധതിക്ക് കൊല്ലം കോർപ്പറേഷൻ തുടക്കമിടുന്നത്. ചിന്നക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം ഒരുക്കുന്ന പ്രത്യേക കൗണ്ടറിൽ രാവിലെ എത്തിയാൽ ഇഡലി, ദോശ, അപ്പം, ഇടിയപ്പം ഇതൊക്കെ കറിയും കൂട്ടി 10 രൂപയ്ക്ക് കഴിച്ചു മടങ്ങാം. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി ചിഞ്ചു റാണിയാണ് ഇന്നലെ നിർവഹിച്ചത്. അപ്പോൾ ഇനി മുതൽ കൊല്ലം പട്ടണത്തിൽ അങ്ങനെ കയ്യിൽ പൈസ കുറവാണ് എന്നതുകൊണ്ട് ഒരു മനുഷ്യനും പട്ടിണി ഇരിക്കരുത് എന്നതാണ് കോർപ്പറേഷൻ്റെ ആഗ്രഹം. 10 രൂപയാണ് അവിടെ എത്തുന്ന ഒരാൾക്ക് ചിലവാകുന്നതെങ്കിൽ 10 രൂപ ഇടുന്നത് കോർപ്പറേഷനാണ്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 200ഓളം പേർക്ക് ഇങ്ങനെ കൊടുക്കാനാണ് ആലോചിക്കുന്നത്. തുടർന്നത് ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ അത് കൂട്ടാനും കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്തത് രോഗമില്ലാത്ത ഗ്രാമം. നമ്മൾ പട്ടിണിയെക്കുറിച്ച് പറഞ്ഞു, അടുത്തത് രോഗമാണ്. രോഗമില്ലാത്തൊരു ഗ്രാമം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം, ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തും അതാണ്. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത്. ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ 3 ഏക്കറോളം സ്ഥലത്താണ് മില്ലറ്റ് ഫെസ്റ്റ് നടത്തുന്നത്. കുളത്തൂർ കൃഷിഭവന്റെ സഹകരണവും ഈ പദ്ധതിക്കുണ്ട്. ഏക്കർ കണക്കിന് പ്രദേശത്ത് പൂത്തുകിടക്കുന്ന സൂര്യകാന്തിപ്പാടം, ജമന്തി, കോഴിപ്പൂവ്, ഡാലിയ തുടങ്ങി പൂക്കളും സുലഭം. ഇതിനു പുറമെ ചാമ, മധുര, ചോളം, കുരവ്, മുതിര, കമ്പം പുല്ല് തുടങ്ങിയവയും ഇവിടെ ധാരാളമായി വളരുന്നു. വിത്തുകളെല്ലാം ഇവിടെ വിൽക്കുന്നുമുണ്ട്. രോഗമില്ലാത്ത ഗ്രാമത്തിനായി മില്ലറ്റുകൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഒരു കൂട്ടം കർഷകരാണ് ഈ ശ്രമത്തിന് പിന്നിൽ. എല്ലാം വിളവെടുപ്പിന് പാകമായി. ഓണസമയത്ത് ഞങ്ങൾ 1.5 ഏക്കറിൽ ജമന്തി ആയിരുന്നു. അതായത് നമ്മുടെ മഞ്ഞയും ഓറഞ്ചുമായിട്ടുള്ള ജമന്തി ബന്ദിപ്പൂക്കളായിരുന്നു മൊത്തത്തിൽ ചെയ്തത്. അപ്പോൾ അത് നമ്മളൊരു പ്രദർശനം എന്ന നിലയ്ക്ക് ഇല്ലായിരുന്നു. എന്നാലും ഒത്തിരി ആൾക്കാർ ഇതറിഞ്ഞ് കാണാൻ വരികയും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ നമ്മൾ തോളേക്കാളും വില കുറച്ചുള്ള രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് സെയിലും നടത്തി. അപ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വ്യത്യസ്തത തേടി നമ്മൾ സൂര്യകാന്തി വന്നു. സൂര്യകാന്തിയും അതുപോലെ തന്നെ 1.5 ഏക്കറിലധികം സ്ഥലത്ത് സൂര്യകാന്തി ചെയ്തു. അപ്പോൾ അതിന്റെ തന്നെ വിളവ് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ കാര്യങ്ങളായിരുന്നു. നമുക്ക് അതിന്റെ അറിവ് വിത്തെടുക്കുകയും അതിനെ എണ്ണയാക്കുകയും നമ്മുടെ തന്നെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് അതിനെ ഇറക്കാനും സാധിച്ചെന്ന് വളരെ ഒരു ഊർജ്ജം തരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുമായിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു മില്ലറ്റ് എന്ന മേഖലയിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. മില്ലറ്റ് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗജന്യ ക്ലാസുകളും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വേനൽ അവധി ആഘോഷിക്കാൻ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിൽ സെൽഫി പോയിന്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കുഞ്ഞു മക്കൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ നമ്മുടെ അവിടെ ഒരു വലിയൊരു നമ്മളൊരു കുളം ഒരുക്കിയിട്ടുണ്ട്. ആ കുളത്തിൽ നമുക്കൊരു പ്രത്യേകത ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാം വരുന്നവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അല്ല അത് കൂടാതെ നമ്മൾ കുറേ സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട്. പഴയത് ഇപ്പോൾ ഈ കാളവണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആൾക്കാർക്കും ഇപ്പോഴത്തെ കൊച്ചുമക്കൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കത് ഒന്ന് കാണിച്ചു കൊടുക്കാനും പറയാനും അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. കുളത്തൂർ കൃഷിഭവന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിലെ വിവിധ കർഷക കൂട്ടായ്മകളുടെ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പാറശാല ബ്ലോക്കിലെ മിക്ക കൃഷിക്കൂട്ടങ്ങളും ഇവിടെ സ്റ്റാളുകൾ ഒരുക്കി അവരുൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിപണിയിലോട്ട് നടത്തുന്നുണ്ട്. ഈ വിപണനം ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർക്ക് ഏത് സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ട്.
ഫലവൃക്ഷങ്ങൾ, വിവിധ തരം ചെടികൾ, മത്സ്യം, കർഷക കൂട്ടങ്ങൾ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയും വാങ്ങാൻ അവസരമുണ്ട്. 8ഓളം വരുന്ന നെറ്റുകൾ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ ഭാഗമായി പെറ്റ് ഷോ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നു. സൂര്യകാന്തി തോട്ടമുണ്ട്, ജമന്തി തോട്ടമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിപ്പൂ അടങ്ങുന്ന മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ. അപ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അത് നമ്മുടെ നാടിനെ എങ്ങനെയാണ് സമർപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന ഒരു വളരെ ഉദാത്തമായ മാതൃകയാണ് ഞങ്ങളിവിടെ വളരെ പരിശ്രമമായ ഫലത്തിന്റെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ മില്ലറ്റിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശം. പദ്ധതിക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നാട് മുഴുവൻ കൈനീട്ടം വാങ്ങിയും കണി കണ്ടുമൊക്കെ വിഷു ആഘോഷിച്ചല്ലോ ഇന്നലത്തെ ദിവസം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര കുളക്കട വൈകുണ്ഠപുരം ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം കിട്ടിയത് വ്യത്യസ്തമായ ഒരു കൈനീട്ടമാണ്. ഫലവൃക്ഷമായ പ്ലാവിൻ്റെ തൈയാണ് ഇവിടെ എത്തിയവർക്കൊക്കെ കിട്ടിയ കൈനീട്ടം. കാർഷിക സംസ്കൃതിയുടെ ആഘോഷമായ വിഷുവിനെ കൃഷിയുടെ ഓർമ്മകളിലേക്ക് കൂടി തിരികെ കൊണ്ടുപോവുക എന്നതാണ് ഇതിലൂടെ സംഘാടകർ ലക്ഷ്യമിട്ടത്. 500-ലധികം ഹൈബ്രിഡ് പ്ലാവിൻ തൈകളാണ് പുലർച്ചെ ക്ഷേത്രത്തിൽ വിതരണം ചെയ്തത്. പ്ലാവിൻ തൈകൾക്കൊപ്പം മരിച്ചിനി കമ്പുകളും വേപ്പിൻ തൈകളും ഉണ്ടായിരുന്നു. വ്യത്യസ്ത കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 6 പേർക്ക് കാർഷിക ഉപകരണങ്ങളും പ്രത്യേകം കൈനീട്ടവും നൽകി ആദരിക്കുകയും ചെയ്തു. വിഷു കൈനീട്ടമായിട്ട് വൃക്ഷത്തൈകളുടെയും മറ്റും വിതരണം, ഇങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും വിഷു കൈനീട്ടമായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിൽ നിന്നും എത്തിയ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു കുടുംബത്തിന് ഒരു പ്ലാവിൻ തൈ എന്ന രീതിയിൽ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള പ്ലാവിൻ തൈകളാണ് ഈ വർഷം വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷം വിഷുവിന് ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം കൽപ്പക വൃക്ഷമായ തെങ്ങിൻ തൈകളാണ് കൈനീട്ടം നൽകിയിരുന്നത്. ഈ വിഷുവിന് കർഷകരെ ചേർത്ത് നിർത്താനും അവർക്ക് ആദരവ് നൽകാനും സാധിച്ചതിലുള്ള സന്തോഷം ക്ഷേത്ര ഭാരവാഹികളും പങ്കുവച്ചു. അടുത്ത വിഷുവിന് ഇതിലും വിപുലമായ പരിപാടികളാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. വിഷുവിനായി ഒരു സംഗീത ആൽബം തന്നെ ഇറക്കിയിരിക്കുകയാണ് കായംകുളം സബ് ജില്ലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന്. പൊതുവിദ്യാലയത്തിലെ 3 അധ്യാപകരും ഒരു വിദ്യാർത്ഥിനിയും ചേർന്നാണ് ഈ ആൽബം ഇറക്കിയത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. വെറും 2 ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു ആൽബം അവർ തയ്യാറാക്കിയത്. ജില്ലയിലെ പൊതുവിദ്യാലയ പൊൻവെട്ടമാണ് പൊൻകണിത്താലം എന്ന വിഷു ആൽബം. ഗാനരചന കായംകുളം BRCയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർ സുധ, സംഗീത സംവിധാനം ഗവൺമെന്റ് UP സ്കൂൾ സംഗീതാധ്യാപിക സിന്ധു, ആലാപനം കായംകുളം ഗവൺമെന്റ് UP സ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി നക്ഷത്ര രഞ്ജിത്ത്. ദൃശ്യങ്ങൾ പകർത്തിയത് കൊപ്പാറയത്ത് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ അക്ഷാദ് എന്നിവരാണ്. ന്യൂസ് 18 കായംകുളം. ജീവിതത്തിൽ പ്രതിസന്ധിയിലായ അശരണരായ മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ വലിയ നന്മ എന്തുണ്ട്? കാസർഗോഡ് ചാമുണ്ടിക്കുന്നിലെ നളിനി ദേജു നായിക് ദമ്പതികൾക്ക് ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് അതുപോലുള്ളൊരു നന്മയാണ്. വിഷു കൈനീട്ടമായി അജാനൂർ ഗ്രാമപഞ്ചായത്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു നൽകിയത്. M. രാജഗോപാലൻ MLA ഈ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. സ്വന്തമായ ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. ചാമുണ്ടിക്കുന്ന് റെയിൽവേ ലൈനിന് സമീപം താമസിക്കുന്ന വി നളിനിക്കും ദേജു നായിക്കിനും ഈ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തകർന്നടിഞ്ഞ് വാസയോഗ്യമല്ലാത്ത ഒരു കൂരയിലായിരുന്നു ഇരുവരുടെയും താമസം. ഇവരുടെ ദുരിതം കണ്ടറിഞ്ഞാണ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി. അജാനൂർ ഗ്രാമപഞ്ചായത്തിലുള്ള നിർധനരായ ഒരു കുടുംബത്തിന് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി
20-ാം വാർഡിലെ നളിനി എന്നവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട ഒരു വീട് കുടുംബശ്രീയുടെ കൂട്ടായ്മയിലൂടെ 6.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു സ്നേഹഭവനം, സ്നേഹത്തണൽ എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അതിന്റെ താക്കോൽദാന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത്. 6,50,000 രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 2 മുറിയും സ്വീകരണ മുറിയും അടുക്കളയും ശുചിമുറിയും അടങ്ങുന്നതാണ് വീട്. വീടിന്റെ താക്കോൽദാനം M. രാജഗോപാലൻ MLA നിർവഹിച്ചു. ഒരു സഹോദരിയുടെ, നളിനി എന്ന സഹോദരി വീടില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് വളരെ നല്ല രീതിയിൽ വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് CDSന് കഴിഞ്ഞു. അതിലുള്ള മറ്റൊരു പ്രത്യേകത, തീർത്തും ജനങ്ങളിൽ നിന്ന് ഒരു ഭാഗ്യക്കുറിയിലൂടെ അല്ലേ ശേഖരിച്ച് ഭാഗ്യക്കുറി നടത്തിയും കൊണ്ട് ജനങ്ങളിൽ നിന്ന് തുക ശേഖരിച്ചുകൊണ്ടാണ് ഈ സദുദ്യമത്തിന് ഇവർക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDS വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കലാ സാംസ്കാരിക കാരുണ്യ രംഗങ്ങളിലും സജീവമാണ്. സംസ്ഥാന മിഷന്റെയും ജില്ലാ മിഷന്റെയും നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ അജാനൂർ കുടുംബശ്രീ CDS നടത്തുന്നുണ്ട്. കുടുംബശ്രീ അരങ്ങ് കലോത്സവങ്ങളിൽ സംസ്ഥാന തലം വരെ അജാനൂർ CDSലെ കലാകാരികൾ പങ്കെടുക്കുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ IAS, കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ ADMC D. ഹരിദാസ്, ജനപ്രതിനിധികൾ, കുടുംബശ്രീ ADS CDS അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ജില്ലയ്ക്ക് പുത്തൻ രുചികളുടെയും കാഴ്ചകളുടെയും ഒക്കെ ഉത്സവ നാളുകൾ സമ്മാനിച്ച KL10 ബിസിനസ് എക്സ്പോയ്ക്ക് സമാപനമായി. കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൗണ്ടിൽ നടന്ന ബിസിനസ് പ്രദർശനം ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയ്ക്ക് പുത്തൻ രുചികളുടെയും കാഴ്ചകളുടെയും ഉത്സവനാളുകൾ സമ്മാനിച്ച KL10 ബിസിനസ് എക്സ്പോയ്ക്ക് സമാപനം. ജില്ലയിലെ ഏറ്റവും വലിയ ബിസിനസ് നെറ്റ്വർക്കിംഗ് ആൻഡ് ട്രേഡ് എക്സിബിഷനാണ് 3 ദിവസങ്ങളിലായി കോട്ടക്കലിൽ ഒരുങ്ങിയത്. വ്യത്യസ്ത മേഖലകളിലായി 220-ലധികം സംരംഭകരാണ് സ്റ്റാളുകൾ ഒരുക്കിയത്. പ്രമുഖ വാഹന ബ്രാൻഡുകളുടെ മാത്രം 20-ലധികം സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ രുചിപ്പെരുമ വിളിച്ചോതുന്ന ഒരു മലപ്പുറം ഫുഡ് ഫെസ്റ്റ് ഭക്ഷ്യമേളയും എക്സ്പോയിൽ ഒരു പ്രധാന ആകർഷണമായി. ബിസിനസ് കോൺക്ലേവ്, BNI മെമ്പർമാർക്ക് നേരിട്ടുള്ള ബിസിനസ് മീറ്റുകൾ, പാനൽ ചർച്ചകൾ, പ്രമുഖ ബിസിനസ് മാനേജർമാരുമായുള്ള സംവാദങ്ങൾ, വിനോദ പരിപാടികൾ, മെമ്പേഴ്സ് ഡേ, ബിസ് കണക്ട്, ബിസിനസ് അവാർഡുകൾ എന്നിവയും എക്സ്പോയുടെ ഭാഗമായി നടന്നു. ബിസിനസ് കണക്ഷൻ ഇപ്പം ഞങ്ങൾ എല്ലാ സ്റ്റാളുകളും എടുത്തു പോകുന്ന സമയത്ത് എല്ലാ സ്റ്റാൾ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വളരെ വലിയ റെസ്പോൺസാണ് സ്റ്റാൾ ഓണേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിരവധി റെഫറൻസ് ഓരോ ബിസിനസ് സ്റ്റാളിന് കിട്ടിയിട്ടുണ്ട്. എല്ലാ സ്റ്റാൾ ഓണേഴ്സും ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന മെമ്പേഴ്സും ഇവിടെ വരുന്നില്ല നമ്മളെ സന്ദർശകരും എല്ലാവരും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എക്സ്പോയിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. വിവിധ രാജ്യങ്ങളിലായി 3 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ബിസിനസ് പ്ലാറ്റ്ഫോമാണ് BNI. ഇതിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന യൂണിറ്റാണ് മലപ്പുറം റീജൻ. 1000-ലധികം അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ന്യൂസ് 18 മലപ്പുറം. ഗതാഗത കുരുക്കിൽ വലഞ്ഞ് മലപ്പുറം വളാഞ്ചേരി ടൗൺ. ഇതോടെ ടൗണിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ദൂരയാത്രക്കാർ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ പാലത്തിലൂടെ പോകണമെന്ന നിർദ്ദേശം കൂടി പോലീസ് നൽകുന്നുണ്ട്. വളാഞ്ചേരി ടൗൺ കടക്കണമെങ്കിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടണം. പലപ്പോഴും മണിക്കൂറുകളാണ് യാത്രക്കാർ കുരുക്കിൽ വലയുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നവർ ഇതോടെ പ്രയാസത്തിലാകും. പ്രശ്നത്തിൽ പരിഹാരം കാണാനായാണ് നിയന്ത്രണം. ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ വയഡക്ട് പാലം ഗതാഗതത്തിന് തുറന്നു നൽകിയിട്ടുണ്ട്. ഗുരുവായൂർ, തൃശൂർ, എറണാകുളം, കുന്നംകുളം, കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ചെറിയ വാഹനങ്ങൾ പാലത്തിലൂടെ യാത്ര ചെയ്യണമെന്നാണ് നിർദ്ദേശം. വട്ടപ്പാറയിലെത്തിയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് പാലത്തിലേക്ക് എത്താനാകും. ദേശീയപാത പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മേൽപ്പാലം വയഡക്റ്റ് അതിൻ്റെ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന തൃശ്ശൂർ, എടപ്പാട്, കുറ്റിപ്പുറം, എറണാകുളം, കൊല്ലം, കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പാലം വഴി വിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പുതിയ പരിഷ്കാരം ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 തിരൂർ. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ തൃത്താല നീലിയാട് പാലത്തിന്റെ അടിത്തറയിലെ കല്ലുകൾ ഇളകിയ നിലയിൽ. പ്രളയകാലത്ത് ശക്തമായി വെള്ളം കുത്തിയൊലിച്ചതാകാം ഈ പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമെന്നാണ് സംശയം. ഇത് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ പാലം സന്ദർശിച്ചു. തൃത്താല നീലിയാട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച നീലിയാട് ബസ് സ്റ്റോപ്പിന് സമീപത്തെ പാലത്തിന്റെ അടിത്തറയിലെ കല്ലുകൾ ഇളകിയതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. കൂടുതൽ ഭാഗങ്ങൾ ചെങ്കല്ല് കൊണ്ടും പാലത്തിന്റെ ഇരുവശങ്ങളിൽ കോൺക്രീറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അടിത്തറ ഭാഗത്ത് പതിച്ചിരിക്കുന്ന ചെങ്കല്ലുകളാണ് ഇളകിപ്പോയത്.
പ്രളയകാലത്ത് വെള്ളം ശക്തമായി കുത്തിയൊലിച്ചു വന്നതോടെ കല്ലുകൾ ഇളകിയതാകാം എന്നാണ് കരുതുന്നത്. പ്രളയ സമയത്ത് നീലിയാട് പ്രദേശത്ത് ദിവസങ്ങളോളം വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു. പാലത്തിന്റെ അടിഭാഗത്തെ കല്ലുകളും ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ഭാഗങ്ങളും തകർന്ന് പുറത്തു കാണാത്ത വിധത്തിലായതോടെ നാട്ടുകാരും ആശങ്കയിലാണ്. ഇപ്പോൾ ഇതിന്റെ അടിത്തറ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതിപ്പോ നീലിയാട് പടിഞ്ഞാറങ്ങാടി പൊന്നാനി പോണ റൂട്ടിൽ നീലിയാട് സെന്ററിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് അതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാലത്തിന്റെ ശോച്യാവസ്ഥ ജനപ്രതിനിധികളെ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വകുപ്പ് തല ഉദ്യോഗസ്ഥരും പാലം സന്ദർശനം നടത്തിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം ചിറയിൻകീഴ് പെരുങ്ങുഴിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. നിലവിൽ പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷന് സമീപം ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ്. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം കൊല്ലം പാതയിലാണ് പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷൻ. ഒരു ദിവസം ഇതുവഴി കുറഞ്ഞത് 80 ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട്. അത്രയും തവണ ഗേറ്റ് അടഞ്ഞു കിടക്കും. ചില സമയം 2 ട്രെയിനുകൾ കടന്നു പോകേണ്ടി വരുമ്പോൾ ദീർഘനേരം ഗേറ്റ് അടച്ചിടും. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ ഗേറ്റിന് ഇരുവശത്തുമായി വാഹനങ്ങളിൽ ഏറെ നേരം കാത്തുകിടക്കണം. പെരുങ്ങുഴി മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും പൊതുമരാമത്ത് കടവിൽ പോകുന്ന റോഡിലാണ് റെയിൽവേ ഗേറ്റ് ഉള്ളത്. ഈ റെയിൽവേ ഗേറ്റിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മറ്റ് ജനവിഭാഗങ്ങൾ ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. സമയബന്ധിതമായി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല, വിദ്യാലയങ്ങളിൽ പോകാൻ പറ്റുന്നില്ല, മറ്റുള്ള ഓഫീസുകളിൽ പോകാൻ പറ്റുന്നില്ല. വളരെ കഷ്ടത അനുഭവിക്കുന്നു. വാഹനയാത്രക്കാരുടെ സമയം കവർന്നെടുക്കുന്ന പെരുങ്ങുഴിയിലെ റെയിൽവേ ഗേറ്റ് ഒഴിവാക്കി യാത്ര ചെയ്യാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കയർ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. തൊണ്ടും ചകിരിയും കയറ്റിയ ലോറികൾ ഈ ഗേറ്റ് വഴിയാണ് പോകേണ്ടത്. പെരുങ്ങുഴിയിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കണമെന്ന് കാട്ടി പഞ്ചായത്ത് പാസാക്കിയ പ്രമേയം മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, റെയിൽവേ ഡിവിഷൻ സീനിയർ ഫിനാൻസ് മാനേജർ എന്നിവർക്ക് കൈമാറിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. റെയിൽവേ ലൈനും ഗേറ്റും പ്രദേശത്തെ രണ്ടായി വേർതിരിക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ന്യൂസ് 18 പെരുങ്ങുഴി. കാസർഗോഡ് ബദിയടുക്ക കുമ്പടാജി പഞ്ചായത്തുകൾക്ക് ബാധ്യതയായി ആംബുലൻസുകൾ. സാമൂഹ്യ സുരക്ഷാ മിഷൻ നൽകിയ ആംബുലൻസുകളാണ് വരവിനേക്കാൾ കവിഞ്ഞ ചെലവായതോടെ ഒരു ബാധ്യതയായി മാറിയത്. അധികൃതരോട് ഇവ ഏറ്റെടുക്കാൻ അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുള്ള പഞ്ചായത്തുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ബദിയടുക്കയിലും കുമ്പടാജിയിലും അടക്കം ആംബുലൻസുകൾ അനുവദിച്ചത്. ഇത്തരത്തിൽ സാമൂഹിക സുരക്ഷാ മിഷൻ നൽകിയ ആംബുലൻസുകളാണ് കട്ടപ്പുറത്തായത്. ആധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ സ്വകാര്യ മേഖലയിൽ വന്നതോടെയാണ് ഇവർക്ക് ഓട്ടം കുറഞ്ഞത്. ഡ്രൈവർമാരുടെ ശമ്പളം, ഇന്ധനം, അറ്റകുറ്റപ്പണികൾ എന്നീ ചെലവുകൾ വഹിക്കേണ്ടത് പഞ്ചായത്തുകളാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവ് വന്നതോടെ ഓട്ടം നിർത്തി. ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിന് ആംബുലൻസ് കൈമാറാമെന്ന് ബദിയടുക്ക പഞ്ചായത്ത് അധികൃതർ രേഖാമൂലം അധികൃതരെ അറിയിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ഇതുവരെ നടപടിയുണ്ടായില്ല. മെഡിക്കൽ കോളേജിന് ആംബുലൻസ് ഇല്ലാത്തപ്പോഴാണ് ഈ അലംഭാവം. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉക്കിനടുക്ക കാസർഗോഡ് മെഡിക്കൽ കോളേജ് അതിലേക്ക് കൈമാറാനാണ്. അപ്പോൾ അതിലേക്ക് കൈമാറിയാൽ അവിടെ മെയിൻ്റനൻസ്, മറ്റ് ഡ്രൈവറെ വെക്കാനുള്ള എല്ലാ സാഹചര്യം അവർക്കുണ്ട്. അപ്പോൾ അവർക്കത് ഗുണം ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരു ഗുണം ചെയ്തിട്ടെന്നുള്ള ഒരു ആഴത്തിലുള്ള നമ്മുടെ ഭരണസമിതിൻ്റെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും കൂടി, പഞ്ചായത്തിൻ്റെ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടർക്കും കൂടി നമ്മൾ ഒരു കത്ത് എഴുതാനുള്ള നമ്മുടെ ഭരണസമിതി ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് അവരുടെ അനുവാദം കൂടി വാങ്ങിക്കൊണ്ട് ഇത്തരം കാര്യത്തിൽ സർക്കാർ, നമ്മുടെ മന്ത്രിസഭ ഒരു പ്രത്യേക തീരുമാനമെടുത്തുകൊണ്ട് ഇങ്ങനെ അടിയന്തര ഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള തദ്ദേശ സ്വയംഭരണം എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷെ ഒരു സ്വയവുമില്ല, ഒരു ഭരണം അങ്ങനെയില്ല. കുമ്പടാജ പഞ്ചായത്തിലും ആംബുലൻസ് നശിക്കുകയാണ്. നിരവധി തവണ ആംബുലൻസ് തിരികെ എടുക്കണമെന്ന് സാമൂഹിക സുരക്ഷാ മിഷൻ അടക്കമുള്ളവരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയുണ്ടായില്ല. ന്യൂസ് 18 കാസർഗോഡ്. ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ആചരിച്ച് കോഴിക്കോട് മുക്കം ഫയർഫോഴ്സ്. സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൾ ഗഫൂർ പതാക ഉയർത്തി. തുടർന്ന് ഘോഷയാത്ര നടത്തി. മുക്കം നഗരം ചുറ്റിയ റാലി ഫയർ സ്റ്റേഷനിൽ അവസാനിച്ചു. മുക്കം ബസ് സ്റ്റാൻഡിൽ പൊതുജനങ്ങൾക്കായി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തുടർന്ന് വിവിധ ദുരന്ത മുഖങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്തു.